Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഡിഫി ഒരു അതായത് നമ്മുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് സ്വിഫ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തു. വേറെ ഒന്നുമല്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സാധാരണ മാനുവൽ വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നേരെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും നിലവിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മളെ AC വെൻറ്റിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. ഈ സൈഡിലായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലസ്റ്ററിൻ്റെ മേളത്തെ പീസും അതേപോലെ സ്റ്റീരിയോ ഊരേണ്ടി വന്നു, സ്റ്റീരിയോ സൈഡിലത്തെ പീസ് ഊരേണ്ടി വന്നു, അതേപോലെ ഈ സൈഡിലെ പീസും കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ഡിഫി ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്നത്. ഡിഫി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫി ഏകദേശം നമുക്ക് 10,000 അതിൽ നമുക്ക് 14 അടുപ്പിച്ചൊക്കെ റേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഡിഫിക്ക് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് GTL മീറ്റർ ആയിട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ നമ്മളെ വീഡിയോസ് ഇതിൻ്റെ സെറ്റിംഗ്സ് മെത്തേഡ് ഡിഫി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് മെത്തേഡും കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എങ്ങനെയാണ് ഓരോ വണ്ടിയിൽ കൊടുക്കേണ്ടതെന്നുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ സ്വിഫ്റ്റിൽ ഏത് മാച്ചിലാണ് കൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സെറ്റിംഗ്സിൽ ഏതിലാണ് കൊണ്ടിട്ടിരിക്കുന്നതെന്ന് പോലും. അപ്പോൾ ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നേരെ നമ്മളെ സ്റ്റീരിയോ ലൈനകത്താണ് ഞാൻ കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് പോസിറ്റീവ് റെഡ് പോസിറ്റീവും അതേപോലെ നമ്മളെ പാർക്കിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബാറ്ററി പോസിറ്റീവ്, അതേപോലെ ബ്ലാക്ക് നമ്മളെ ബോഡി എർത്ത് അല്ലെങ്കിൽ GND അല്ലെങ്കിൽ ബാറ്ററി നെഗറ്റീവ്, അങ്ങനെ എങ്ങനെ വേണം നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടിക്കകത്തും ബാറ്ററിക്കകത്തുനിന്ന് ഒരു എർത്ത് അതായത് നെഗറ്റീവ് ബോഡിക്കകത്തും കൂടെ ഇമ്പിൾട്ട് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോസിറ്റീവ് ആഡ് ചെയ്യത്തില്ല ചില വണ്ടികളിൽ മാത്രം. പക്ഷേ നമ്മൾ ഞാൻ കാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ബൈക്കിൽ ഇതേപോലെ വരുന്നുണ്ട്. അതായത് ഓൾഡ് ബുള്ളറ്റ് ഏറ്റവും ഫസ്റ്റ് മോഡലായിട്ടുള്ള ബുള്ളറ്റിലൊക്കെ മെയിനെ തിരിച്ചാണ് ബോഡിക്കകത്ത് മെയിനും നമ്മളെ നോർമലായിട്ട് എർത്തുമാണ്. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ഡിഫി സെറ്റ് ചെയ്തിട്ടുണ്ട്, കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ ഞാൻ ECM-ലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ലൈൻ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ, നമ്മളെ ECM-ലാണ് ഫ്രണ്ട് ECM-ലാണ് ഞാൻ ലൈൻ എടുത്തിരിക്കുന്നത്. ലൈനകത്ത് എല്ലാവരും ലൈൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാവരും പറഞ്ഞു തരില്ല. ഇതിനകത്തൊരു യെല്ലോ ലൈൻ ഉണ്ട്. മാക്സിമം നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് മാത്രം ലൈനും കാര്യങ്ങളൊക്കെ എടുക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ചെയിനും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് വരും. കാര്യം ഓട്ടോമാറ്റിക് വണ്ടിക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻസിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവത്തില്ല. അതായത് ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഏറ്റവും വലിയ പ്രോബ്ലമാണ് വണ്ടി സ്റ്റാർട്ട് ആവാതെ നോർമലി തന്നെ ഇഗ്നിഷൻ മാത്രമേ ഓൺ ആവത്തുള്ളൂ. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ട് ആവത്തില്ല. പിന്നെ നമ്മൾ കമ്പനിയിൽ നിന്ന് ആളെ വിളിച്ച് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അത് വേറെ ഒന്നും കൊണ്ടില്ല, കണക്ഷൻസ് എവിടെയെങ്കിലും ചില മിസ്റ്റേക്കുകളെന്ന് വെച്ചാൽ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടോ അല്ല നോർമലി കണക്ഷൻ കൊടുക്കുമ്പോഴൊക്കെ ഇഷ്യൂസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ECM-ൽ തൊട്ട് കളിക്കുമ്പോൾ നോക്കിക്കൊണ്ട് മാത്രം ചെയ്യുക. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ടെക്നീഷ്യന്മാരെ കൊടുത്ത് മാത്രം ചെയ്യുക. കാര്യം ഇതിനകത്ത് ഒരുപാട് യെല്ലോ ലൈനുണ്ട്, കണ്ടില്ലേ, ഇഷ്ടംപോലെ യെല്ലോ ലൈനുണ്ട്. ഏകദേശം 8-9ഓളം യെല്ലോ ലൈനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വണ്ടി പെട്രോൾ വണ്ടിയാണ്. ഡീസൽ വണ്ടിക്കകത്ത് നമുക്ക് 2010 വരെ 2011 പകുതി വരെ കൊണ്ടുവന്നത്, അതായത് അവസാനം വരെ കൊണ്ടിറങ്ങിയ ഓൾഡ് സ്വിഫ്റ്റിൽ മാത്രമാണ് നമുക്ക് ഡീസൽ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക, അല്ലാത്ത വണ്ടിയൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ECM-ൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കാണിച്ചു. അതേപോലെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിക്ക് ഉൾഭാഗത്തേക്ക് വന്ന് സീറ്റെല്ലാം ഊരി. അപ്പോൾ അതിനകത്ത് MLF മാറ്റ് ചെയ്യണം. നമുക്ക് MLF മാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉള്ള എല്ലാ ഐറ്റംസുകളും ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഓരോ പീസുകളായിട്ട് ഊരി വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിൽ ചെയ്യേണ്ട സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതേപോലുള്ള ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് ഡിഫി വയ്ക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേർക്ക് ഹെൽപ്പായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡിഫി ഞാനിതിനകത്ത് നോർമലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ചാവി ഓണാക്കിയപ്പോൾ തന്നെ ഡിഫി ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഓഫാക്കിയിട്ട് നമ്മൾ ഓണാക്കാൻ നേരത്തെ സൂചി നേരെ 11 വരെ പോര് തിരിച്ച് റിട്ടേൺ വന്ന് നിന്നു. അപ്പോൾ നമുക്ക് ഇഗ്നീഷൻ ഓണാക്കിയിട്ടുണ്ട്. പാർക്ക് ഓണാക്കാൻ നേരത്ത് നമുക്ക് ഇവിടുത്തെ പീക്ക് 1 സെറ്റും അതേപോലെ റീസെറ്റ് ഓപ്ഷനകത്തും വരാൻ നേരത്ത് ലൈറ്റ് ഓണാകും. ലൈറ്റ് ഓണാൻ നേരം ഡിം ഓൾറെഡി ആയിട്ട് ഡിം ആവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം റൈറ്റിൽ നിൽക്കും. നിങ്ങൾ നോക്കി വീഡിയോ ആണെന്നുണ്ട്. അപ്പം റൈറ്റ് ആയിട്ടുണ്ട്. നേരെ ഡിമ്മിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിഫി നിൽക്കുന്നത് നേരെ നമ്മളെ 1-ന് താഴെയാണ്. അതായത് ഒരു 800 അതായത് കമ്പനി നിൽക്കുന്നത് ആ ഒരു കേജ് തന്നെയാണ് 800-ഉം. അതേപോലെ നമ്മൾ ഡിഫി നിൽക്കുന്ന 800-ലാണ്. കണ്ടോ, നമ്മളെ സ്റ്റോക്കും വന്നിട്ട് 5 വരെ സ്റ്റോക്കും പോകത്തുള്ളൂ. അതിലുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ.
അപ്പം ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണിച്ചിട്ട് ജസ്റ്റ് സെറ്റിങ്സ് കാണിച്ചിട്ട് മേളിൽ രണ്ടും കൂടെ ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൊണ്ടിട്ടിരിക്കുന്ന 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ സിംഗിൾ ലൈനാണ് പറ്റിയത്. നമ്മളെ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളിലെല്ലാം സിംഗിൾ ലൈനകത്താണ് നമുക്ക് നമ്മളെ സിലിണ്ടറിൻ്റെ മെത്തേഡ്സ് എല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് അതേപോലെ എന്താ പറയുക നമ്മൾ സെന്ന് അതേപോലെയുള്ള വണ്ടികളിലൊക്കെ സിലിണ്ടർ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഡിഫി സെറ്റ് ചെയ്യാനുള്ളത്. അപ്പം എത്ര സിലിണ്ടർ 3 സിലിണ്ടറുള്ള വണ്ടിയെ 3 കൊണ്ടുവിടുക, ഇപ്പോൾ 4 സിലിണ്ടറുള്ള അങ്ങനെ 5 സിലിണ്ടറുള്ള 5 സിലിണ്ടറായിട്ട് കൊണ്ടിടുക ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ കൊണ്ടിട്ടിരിക്കുന്നത് നേരെ 1-ലാണ്. അതായത് എല്ലാം കൂടെ മെത്തേഡ് വന്നിരിക്കുക ഒറ്റ ലൈനാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പം കൊണ്ടുവന്ന് 1-ലിട്ടിട്ടുണ്ട്. അത് 1 കൊണ്ടിടാനായിട്ട് മേളിലോട്ട് താഴോട്ട് നീക്കി കൊടുക്കുക. താഴത്തെ റീസെറ്റ് ഓപ്ഷനിൽ നീക്കി കൊടുക്കുക. മേളിലോട്ട് എത്ര സിലിണ്ടറിൽ വേണം നിങ്ങൾക്ക് കൊണ്ടിടാൻ പറ്റും. അത് നേരെ കറങ്ങി വീണ്ടും 0-ലോട്ട് വരും. അപ്പോൾ നമുക്ക് പീക്ക് സെറ്റ് 2-നകത്ത് ഒന്നും ചെയ്യേണ്ട, പീക്ക് 1-ൽ മാത്രം ചെയ്യുക. അപ്പോൾ ഒന്നിന് കൈ എടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡിഫി റീസെറ്റ് ആവും. റീസെറ്റ് ആവാൻ നേരത്ത് നിങ്ങൾക്ക് കാണാം വീണ്ടും 0 വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ താഴെ നിൽക്കുക. താഴെ നിൽക്കാൻ ഞാൻ കൊണ്ടിട്ട് 4-ലാണ് കേട്ടോ. 4 ഒരു മേളിലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബസർ ലൈറ്റ് എത്ര പോയി കട്ട് ഓഫ് ആവണം എന്നുള്ളതിൻ്റെ ആ ലൈറ്റിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 4 കൊണ്ടുവന്നാണ് സെറ്റ് ചെയ്തത്. അത് സപ്പോർട്ട് നേരം നെക്കി പിടിച്ച് താഴെ പെയ്യെ വരും. അതേപോലെ മേപ്പോട്ടും പോകും. അപ്പോൾ ഞാൻ ഈ റേഞ്ച് കൊണ്ടിട്ട് റീസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ റീസെറ്റ് ആവും. റീസെറ്റായി കണ്ടില്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ബസർ ടൂൺ അതിനകത്ത് ഓൾറെഡി കുറച്ചു. അപ്പം ബസർ ടൂൺ നമുക്ക് കൂട്ടാൻ പറ്റും. അതാ ആ ബസർ ടൂൺ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. അതാണ് ഞാൻ അതിനകത്ത് എടുത്ത് പറഞ്ഞത്. നമുക്ക് ഓരോന്നും ഇതിനകത്ത് സെറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതേപോലെ കളർ മാറ്റാനായിട്ട് മേളിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിനകത്തൊരു ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്. നമ്മളെ വണ്ടി വന്നിട്ട് ബ്ലൂ കളറാണ്. അപ്പം ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് ഉള്ളത് നമ്മളെ ഡിഫി ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതാണ് എനിക്ക് ഇതിനിടയിലും പറയാനുള്ളൊരു കേസാണ്. നമ്മളെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അതാ ഉണ്ടല്ലോ നമ്മളെ കമ്പനി കണക്കും എല്ലാം സെയിം ടു സെയിമിലാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറഞ്ഞുതരാം. റെഡ് ഞാനിവിടെ ബാറ്ററി അതായത് ഇഗ്നീഷൻ അല്ലെങ്കിൽ ACC കൊടുക്കുക. നമ്മളെ യെല്ലോ ലൈൻ എപ്പോഴും ബാറ്ററി പോസിറ്റീവ് എടുക്കുക. ബ്ലാക്ക് ലൈൻ നമ്മൾ നേരെ എർത്തിലോ അല്ല ബോഡി എർത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്കകത്ത് ഒന്നിൻ്റെ ബ്ലാക്ക് ലൈനകത്ത് കൊടുക്കുക. എല്ലാ വണ്ടിയിലും ബ്ലാക്ക് ലൈൻ തന്നെ ആയിരിക്കും എർത്ത് വരുന്നത്. ഓരോ വണ്ടിക്ക് ഓരോ കളേഴ്സാണ് വരുന്നത്. പിന്നെ ഗ്രീൻ നേരെ ഞാൻ ഫ്രണ്ട് ECM-ലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു പിങ്ക് ലൈൻ ഉണ്ട്. പിങ്ക് ലൈൻ ഞാൻ കൊണ്ട് നേരെ നമ്മളെ പാർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്കതാ രാത്രി ഡിം ആക്കാനായിട്ടും പറ്റും. അല്ലെങ്കിൽ നമ്മൾ പകൽ പോലും നമ്മളതിനകത്ത് ഡിമ്മായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോസും കൂടെയാണ് നമ്മളെ ഡിഫി സെറ്റ് ചെയ്യേണ്ട വീഡിയോസ്. അപ്പോൾ എന്താ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കും അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അതായത് എന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് വിളിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് വരുന്നതിനേക്കാളും കോൾ എനിക്ക് കേരളത്തിന് പുറത്തുനിന്ന് എനിക്ക് കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ കോൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ കോൺടാക്ട് നമ്പർ ഒക്കെ ഞാൻ സ്പെഷ്യൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ എന്തായാലും ഉറപ്പായിട്ട് റിപ്ലൈ തരും. ലേറ്റായിട്ടാണ് റിപ്ലൈ തരും. കാര്യം തിരക്കുണ്ട്. പോരാത്തിന് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് റിപ്ലൈ കൊടുക്കാതെ പറ്റാതെ ഒരു പോണ കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലേറ്റായിട്ടാണ് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ലോങ്ങിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതായത് മലപ്പുറത്തുനിന്നും വയനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ നേരെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.